രാജീവ് ആവാസ് യോജന പദ്ധതി പ്രകാരം കൊച്ചി നഗരസഭ നിർമ്മിച്ച 2 ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഫോർട്ട് കൊച്ചി തുരുത്തിയിലാണ് 11-13 നിലകൾ വീതമുള്ള തുരുത്തി ടവർ എന്ന് പേരിട്ടിരിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയമുള്ളത്. കോഞ്ചേരി, തുരുത്തി, കൽവത്തി നഗർ നിവാസികളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണിത്. നിതിൻ അംബുജൻ ഈ സമുച്ചയത്തിൻ്റെ മുന്നിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പറയൂ. എസ് കെ, ഗുഡ് മോർണിംഗ്. ഒരു അടച്ചുറപ്പുള്ള ഒരു സുരക്ഷിതമായ വീട് നമ്മുടെ എല്ലാം തന്നെ സ്വപ്നമാണ്. അങ്ങനെ ഒരു ജനതയുടെ സ്വപ്നം പൂവണിയുന്നൊരു ദിവസമാണെന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തുരുത്തി ടവറിന് മുന്നിലാണ്. ഇതിൽ തുരുത്തി ടവർ 1, മറ്റൊന്ന് തുരുത്തി ടവർ 2. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 5:30 ഇത് നാടിന് സമർപ്പിക്കുകയാണ്. ഈ ഫ്ളാറ്റിന് തൊട്ടടുത്തുള്ള ഈ ചെറിയ കൂരകളിൽ താമസിക്കുന്ന കോഞ്ചേരി, കൽവത്തി, അതോടൊപ്പം തന്നെ തുരുത്തി എന്നീ കോളനികളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ഈ ഫ്ളാറ്റ് ലഭിക്കുക. 394 കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. വർഷങ്ങളായി അവർ വലിയ പ്രയാസത്തിലാണ്, വലിയ പരാതിയിലാണ്, ആശങ്കയിലാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഒരു അടച്ചുറപ്പുള്ള സുരക്ഷിതമായ ഒരു വീട്ടിലേക്ക് അവർ ഇന്ന് മാറുകയാണ്. ഏതാണ്ട് 11 നിലകളുള്ള ഫ്ളാറ്റിൽ 350 ചതുരശ്ര വിസ്തൃതമാണുള്ളത്. അതിൽ 199 യൂണിറ്റ് ഉണ്ട്. മറ്റൊന്നിൽ ഏതാണ്ട് 195 യൂണിറ്റ് ഉണ്ട്. അങ്ങനെ അതിമനോഹരമായ ഒരു ഫ്ളാറ്റാണ്. ഒരു കിടപ്പുമുറി, അതോടൊപ്പം തന്നെ 2 ശുചിമുറി, ഒരു ലിവിംഗ് റൂം, ഒരു ബാൽക്കണി എന്നിങ്ങനെയാണ് ഈ ഫ്ളാറ്റെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. 2013 ഈ പദ്ധതി തുടക്കം കുറിക്കുന്നത്. ഈ ഫ്ളാറ്റിന്റെ ഏറ്റവും മുകളിൽ നിന്നാൽ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. കാരണം വല്ലാർപാടം, LNG, അതോടൊപ്പം തന്നെ അറബിക്കടൽ, കൂടാതെ വൈപ്പിൻ ദ്വീപ് അടക്കമുള്ള ഈ കൊച്ചിയുടെ അതിമനോഹരമായ ഒരു കടൽ കാഴ്ചകളൊക്കെ തന്നെ ഈ ഫ്ളാറ്റിന്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. 2013 ഈ പദ്ധതി തുടക്കം കുറിച്ചു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. TK അഷ്റഫ് എന്ന കൗൺസിലറാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒരു അഭിമാന നിമിഷമാണ്. കാരണം ഒരുപാട് ആളുകളുടെ ഒരു സ്വപ്നമാണ് ഇന്ന് പൂവണിയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഞാനിവിടെ വരുമ്പോൾ 2010 കൗൺസിലറായിട്ട് വരുമ്പോൾ ഒരു പശുവിനെ കെട്ടുന്നൊരു ഗ്രൗണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും ഭവനദാരിദ്ര്യം നമ്മുടെ ഒരു പ്രദേശമാണ് കൊച്ചിയിലെ തുരുത്തി പ്രദേശം. അങ്ങനെ രാജീവ് ആവാസ് യോജന എന്നൊരു പൈലറ്റ് പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് അന്ന് UP ഗവൺമെൻറ് ഭരിക്കുന്ന കാലഘട്ടമാണ്. ആ പൈലറ്റ് പ്രോജക്റ്റ് 3 ഡിവിഷൻ ലഭിച്ചതിൽ ഞാൻ വളരെ എഫർട്ട് എടുത്തു. 1.5 വർഷം ഒരു സർവേ നടത്തി ഇവിടെ. ആ സർവേയിൽ 1065 ആളുകൾ പങ്കെടുത്തു. അതിൽ തിരിച്ച് 755 പേരാണ് ഈ പദ്ധതിയുമായി സഹകരിക്കാമെന്ന് പറഞ്ഞത്. അതിൽ 357 പേര് ഭവനമുള്ള ആളുകൾ. അവർ ഭവന റിപ്പയർ, അങ്ങനെ ഇന്ത്യയിലെ ആദ്യമായിട്ട് 4 ലക്ഷം രൂപ ഭവന നിർമ്മാണത്തിനുള്ള പ്രോജക്റ്റായിട്ട് വന്നു. ബാംബെ മാറി ഇതിലേക്ക് പറയുന്നപ്പോൾ 398 ആളുകൾ ഭവനരഹിതരായിരുന്നു. നമ്മുടെ കൈവശം 1 ഏക്കർ ലാൻഡ് ഉണ്ട്. 1 ഏക്കർ ലാൻഡിൽ എങ്ങനെ 308 ഭവനങ്ങൾ നിർമ്മിക്കുമെന്നൊരു ആശങ്ക. അങ്ങനെ പല രീതിയിൽ ചർച്ച ചെയ്തപ്പെട്ടപ്പോൾ ഒരു ഹഡ്കോഡ് ഉദ്യോഗസ്ഥർ ആശയം പറഞ്ഞു, നമുക്ക് ഹൈറൈസ് ബിൽഡിംഗ് ആരംഭിക്കാം. ഹൈറൈസ് ബിൽഡിംഗ് ആരംഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫ്ലാറ്റ് അങ്ങനെ ഒരു ഇന്ത്യയിലെ മോഡൽ പ്രോജക്റ്റായിട്ട് ഇവിടെ 398 ആളുകൾക്കുള്ള പദ്ധതി. എനിക്കൊരു സന്തോഷമുള്ള നിമിഷം എന്ന് വെച്ചാൽ ഇത് തുടങ്ങിയത് ഞാനാണ്, ഇത് അവസാനിപ്പിച്ചത് ഞാൻ തന്നെ. അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ അനിൽകുമാറിന് പിന്തുണ കൊടുക്കുമ്പോൾ ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് അന്ന് 24 ആണ് എനിക്ക് ആദ്യം ഇൻ്റർവ്യൂ വന്നത്. പരമ്പളി നഗറിൽ ഇഡ്ലി കടയിൽ വെച്ചിട്ട് അന്ന് സെയിൻറ്റ് ആൻ്റണി എനിക്ക് ആദ്യത്തെ എൻ്റെ പ്രഖ്യാപനം 24 ചാനൽ കൂടെ വന്നത് ഈ പദ്ധതിയുടെ. അതാണ് എനിക്ക് 24. ഒരു രാജ്യത്തെ തന്നെ ഒരു തദ്ദേശ സ്ഥാപനം തദ്ദേശ സ്ഥാപനം ഒരുക്കുന്ന ഏറ്റവും വലിയ ഒരു പുനരധിവാസ പദ്ധതി, ഭവന പദ്ധതി എന്ന ഒരു അഭിമാന നേട്ടം കൂടി എന്തായാലും സർക്കാരിന് വെക്കാം. കാരണം ആ നിലയിലാണ് ഈ ഫ്ളാറ്റ് ഇപ്പോൾ ഇവിടെ ഒരുങ്ങുന്നത്. വൈകിട്ട് 5:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. SK. എന്തായാലും ഈ ഫ്ളാറ്റ് സമുച്ചയം കുറേ ആൾക്കാർക്ക് അത്താണിയാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സന്തോഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.